എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഉമ്മ വന്നപ്പോൾ ഉമ്മയെ മക്കളെ ഏൽപ്പിച്ച ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. കാരണം എനിക്കൊരു അത്യാവശ്യം ഒരു ഐറ്റം വാങ്ങിക്കാനുണ്ട്. അപ്പം ഞാനിത് പ്രസവത്തിന് മുൻപേ നോക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഈ പ്രസവവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അത് ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ഇപ്പം നിസാർക്കെയോ പിള്ളേരെയോ വിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ അത് ശരിയാകത്തില്ല. ഇപ്പം ഞാൻ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെ ചെന്ന് നോക്കി വാങ്ങിച്ചാലേ എനിക്കത് ശരിയാവത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഇപ്പോൾ ആരുടെയും കാര്യങ്ങൾ മുടക്കിയിട്ടല്ലല്ലോ ചെയ്യണത്. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് 2 വീലറിൽ എടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ഇതാ പാളയത്തെത്തി. പാളയത്ത് ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, കണ്ടോ? അത് ക്രിസ്ത്യൻ പള്ളിയാണ്, ഇതേ കാണുന്നത് മുസ്ലിം പള്ളിയാണ്. അപ്പം ഇതിനിടയിൽ മുസ്ലിം പള്ളിക്ക് അപ്പുറത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊരു ചെറിയ ക്ഷേത്രമായിരുന്നു. ഇപ്പം അത് പുതുക്കി പണിയാണ്. അപ്പം ഈ പള്ളിയോളം തന്നെ വലിപ്പമുള്ള ക്ഷേത്രം ആണ് അതിപ്പോൾ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. ചർച്ചുണ്ട്, മോസ്ക് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഈ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴേക്ക് ഞാനാണെങ്കിൽ ഇതുവരെ അങ്ങനെ മോളെ വിട്ടിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെ പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് പോയി വരാൻ കരുതി തന്നെയാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2 വീലർ ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വലിയ ട്രാഫിക് ഒന്നും എടുക്കത്തില്ല. അത്യാവശ്യം എല്ലായിടത്തും നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവം വാങ്ങിക്കാനാണ് വന്നതെന്ന്. വേറൊന്നുമല്ല, ഒരു ലൈറ്റാണ്. അപ്പോൾ കുറേ നാൾ കൊണ്ട് ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഏത് വാങ്ങണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാനപ്പോൾ സുൽത്താനെ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോഴേക്ക് സുൽത്താൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയത്തില്ല, പക്ഷെ സുലുവിന് കൂടുതലായിട്ട് അറിയാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു റിംഗ് ലൈറ്റ് വലുത് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം സുൽത്താൻ പറഞ്ഞു വേണ്ടും അത് വേസ്റ്റ് ആണ്, അങ്ങനെ വാങ്ങണ്ട. അപ്പം അവർ ലൈറ്റ് ഇട്ടിട്ട് ഓരോ മോഡലുള്ളത് ഇട്ടിട്ട് കാണിച്ചു തരുകയാണ്. അപ്പം എനിക്കത് ഇഷ്ടമായി. അപ്പം സുലുവിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമാണ്. അങ്ങനെ അത് വാങ്ങിയിട്ട് അപ്പം അത്ര നേരമൊന്നും എടുത്തില്ലല്ലോ. വാങ്ങിയിട്ട് ഞാൻ എന്താ ഇപ്പോൾ അടുത്തിനി എനിക്ക് 1-2 ഐറ്റം കൂടി വാങ്ങിക്കാനായിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ ഞാൻ കയറിയിട്ട് നമ്മുടെ നിസാർക്കാണെങ്കിൽ ഈ ഒരു സ്വീറ്റ് ബൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും വന്നതല്ലേ, ഇതുവരെ വന്ന സ്ഥിതിക്ക് അതും കൂടി വാങ്ങിക്കാമെന്ന് കരുതി. പിന്നെ ഇതിപ്പോൾ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അതായത് കണ്ടോ സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ നമ്മളുടെ മത്തൻ സീഡില്ലേ അതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഞാനിപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് കഴിക്കാനും ഒത്തിരി നല്ലതാണ്. പിന്നെ ഞാൻ നേരെ വന്നു പോത്തീസിലാണ് വന്നത് കേട്ടോ. ഞാൻ 1-2 ഷോപ്പിൽ വരുന്ന വഴിയിലൊന്ന് ചോദിച്ചായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലോത്തിൻ്റെ ഈ പാമ്പറല്ല അതുപോലെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനത് നോക്കുമ്പോഴേക്ക് ഞാൻ ഉദ്ദേശിച്ച തരത്തിലില്ല. അപ്പോൾ 1-2 പേരെടുത്ത് എൻ്റെ അടുത്ത് വിളിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോത്തീസിൽ കിട്ടും എന്നുള്ളത്. പോത്തീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് അന്വേഷിച്ച് വരാൻ പാടില്ല. ഇതാ ഈ ഒരു ടൈപ്പ്. അപ്പം നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഇതുണ്ട് കേട്ടോ. ഇതാകുമ്പോഴേക്ക് അകത്ത് ഒരു കോട്ടൺ ക്ലോത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതിൽ നിന്നും എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു സംഭവം കണ്ടോ, ഇത് തന്നെ പല ടൈപ്പിൽ ഇവിടെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു. പിന്നെ ബഡ് നമ്മുടെ കൊച്ചു മോനാണ് കേട്ടോ, റിച്ചുവിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രം വാങ്ങിച്ചങ്ങ് പോകുന്നതൊന്നുമല്ല, ഞാൻ എല്ലാം വായി നോക്കിയ ശേഷമേ പോകത്തുള്ളൂ. പക്ഷെ ഇപ്രാവശ്യത്തെ വരവില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അത്യാവശ്യം എന്താ ഞാൻ പറഞ്ഞില്ലേ ആ ഐറ്റം മാത്രം നോക്കി കിട്ടി വാങ്ങിച്ചു. ഇനിയിപ്പം പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇനിയിപ്പം എൻ്റെ മനസ്സിൽ കുഞ്ഞെന്തായി കാണോ എന്നുള്ള ആ ഒരു മനസ്സിൽ ഒരു ഇതാണ് കേട്ടോ, വെപ്രാളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതങ്ങോട്ട് നിന്നാലും ശരിയാവത്തില്ല. എനിക്ക് വണ്ടി മൂവ് ചെയ്യാത്തതുപോലാണ് തോന്നുന്നത് കേട്ടോ സ്കൂട്ടറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ അധിക സമയമൊന്നും എടുക്കാതെ തന്നെ എന്തായാലും എനിക്കിതാ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റി. വീട് കണ്ടതാ ഇവിടെ നടയിലെത്തുമ്പം വലിയൊരു ആശ്വാസമാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പ്രഭാതമാണ് ഈ കാണുന്നത്. നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ വസീംകുട്ടൻ ഇരിക്കുന്നത് കേട്ടോ. പാവം അവൻ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നതാണ് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. പാവം തോന്നും അവൻ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി. ഞാൻ കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാനായിട്ട് വന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പാവം അവനും ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ചുറ്റിനും വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവനെ എടുത്ത് മടി വെച്ചാലോ എന്ന് തോന്നിപ്പോവാ.
അപ്പം മറ്റേ ആയുർവേദ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മോളെ കുളിപ്പിക്കുന്ന നേരമാണ് ഞാൻ കുഞ്ഞിനെ വെയിൽ ഒളിപ്പിക്കാനായിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളുടെ മോൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ പുകച്ചിട്ട് തലയിലും ബോഡിയിലും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനെ പുകച്ചിട്ടൊക്കെ വരുമ്പോഴേ മോളുടെ മുടിയൊക്കെ നല്ല മണമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം വെയിലൊന്ന് മാറിയപ്പോഴേക്ക് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇത് അകത്തേക്ക് കയറി. നമ്മളിപ്പം കുറച്ച് ദിവസമായില്ലേ വീഡിയോസിലൊക്കെ നേരിട്ട് വന്നിട്ട്. എപ്പോഴും വരുമ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്ന ആ ഒരു ഫ്ലോ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും മോളെ ഇങ്ങനെ എടുക്കണം, കളിപ്പിക്കണം, താലോലിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിപ്പോയി കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇവിടെ എഴുന്നേക്കും. അപ്പം ഇവിടെ ഇളം വെയിലുണ്ടല്ലോ, അപ്പം ആ ഇളം വെയിൽ രാവിലെയും വൈകുന്നേരം കൊള്ളിക്കും. കുഞ്ഞു മക്കൾക്കൊക്കെ അങ്ങനെ വെയിൽ കൊള്ളിക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പം അവളിങ്ങനെ ആ സമയം ഇരുന്ന് കളിക്കണതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവളെ വിട്ടിട്ട് കിച്ചണിലോട്ട് പോകാൻ തന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നൂലെന്ന് നമ്മൾ പറയത്തില്ലേ. പിള്ളേരെ കളിച്ചിട്ടുകളൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമല്ലേ. പിന്നെ കരയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വാ പൂട്ടാതാണെന്ന് കരയുന്നുണ്ട്. അപ്പൊ നമുക്ക് പേടിയാവുകയും ചെയ്യും. കാരണം ശ്വാസം ഇങ്ങനെ പിടിക്കുമോ എന്നൊക്കെ ഉള്ള ആ ഒരു പേടി. അപ്പോഴേക്ക് പിന്നെ ഞാൻ വന്ന് ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കരച്ചിലൊക്കെ ഒന്ന് കുറയ്ക്കും. പിന്നെ നമ്മൾ 7ൻ്റെ അന്ന് ഹക്കീക്കോ എടുത്തു. ഇനിയിപ്പോൾ മുടി കളയണം. അപ്പം ചിലരിങ്ങനെ 7ൻ്റെ അന്ന് തന്നെ മുടി കളയും. പക്ഷെ അവള് തീരെ കുഞ്ഞായിരുന്നത് കൊണ്ട് നമുക്കതൊരു ഇത് കുഞ്ഞു തലയല്ലേ. അപ്പം ഇച്ചിരി കൂടെ ആയിട്ട് മുടി കളയാന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഇൻഷാല്ലാ മുടി കളയണം. അപ്പം എന്താണ് നോക്കണത്? നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോഴേ ശരിക്കും അവളെ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവള് 2 കരച്ചിലൊക്കെ കരയും. അപ്പം നമുക്ക് മനസ്സിലാവും അവളെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവണത് അല്ലേ. ഹായ്. പിന്നെ മോള് സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ആയുർവേദിക് ട്രീറ്റ്മെന്റ് അവരാണ് വന്നിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ല മസാജിങ്ങും കിഴിയിടലും ഒഴിച്ചിലും എല്ലാം ആയിട്ട് അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഇപ്പം അത് മോളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി ഇപ്പൊ പോയി കേട്ടാ. അപ്പൊ പോകാൻ താമസിച്ചത് കൊണ്ടാണ് പിന്നെ അതങ്ങനെ 10ൻ്റെ അന്നാണ് മോളുടെ പൊക്കിൾക്കൊടി പോയത്. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. സൽമാൻ്റെ അതൊക്കെ 9ൻ്റെ അന്ന് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ അവിടെ അല്ലായിരുന്ന. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങള്. പിന്നെ അവള് എന്തോ പറയുവാണ് വിശേഷം. എന്താണ് അസ്സലാമലൈക്കും പറഞ്ഞേ. അസ്സലാമലൈക്കും പറഞ്ഞേ. കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടാ. അത് നമ്മള് കുഞ്ഞായിരിക്കുമ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ മനസ്സിലാവും. ദുആ ചെയ്തേ. എങ്ങനെയാ ദുആ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ലാന്ന്. അവർക്കെല്ലാം മനസ്സിലാവും. ഇപ്പൊ സൗണ്ട് ഒക്കെ കേട്ട് സൈഡ് നോക്കും. പിന്നെ നമ്മള് ദുആ ചെയ്യുന്നൊക്കെ പറയാ. നമുക്കൊന്നും അവരങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സംസാരിക്കുന്ന ശ്രദ്ധിക്കും. നന്നായി നടന്നു പോയാൽ നോക്കും. ഞാൻ പറയും ഇങ്ങനെ നീ നോക്കണ്ട, പോകണ്ടായി പോവും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല്. കാരണം നമ്മള് ബാക്കിലേക്കാണ് പോണതെങ്കിൽ അവള് ഇങ്ങനെ തല തിരിക്കാണ്ട് എടുത്തിട്ട് നോക്കുമ്പോ അതൊക്കെ കേടല്ലേ കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളെ സംസാരിക്കുമ്പോ നേരെ മുന്നിൽ നിന്ന് തന്നെ സംസാരിക്കും. സ്ട്രെയിൻ നമ്മളിങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ നോക്കാനൊക്കെ ഉള്ള സ്ട്രെയിൻ കൊടുക്കരുത്. ആള് പകലുറക്കവും രാത്രി നല്ലായി കരയും കേട്ടാ. അമ്മായി ഉറക്കൂല. എന്നെ വിളിക്കണത് ഉമ്മച്ചി. വിളിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടാ. നമ്മുടെ നിസാറിക്ക വാപ്പച്ചിയാണ്. ഉമ്മച്ചിയും വാപ്പച്ചി. നമ്മുടെ ഫാബി മോള് മമ്മ, സൽമാൻ പപ്പ. പിന്നെ നമ്മളെ സുലു പറഞ്ഞ അവനെ കൊച്ചാന്ന് മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൊച്ചായാണ്. മറ്റേത് റിച്ച് കൊച്ച. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മള് വിളിപ്പിക്കാൻ പോണത് അല്ലേ. മോളു ഉമ്മച്ചി എവിടെ? മോളു ഉമ്മച്ചി എവിടെ? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സമയം പോകുന്ന ഞാൻ പറയില്ലേ. എനിക്കാണെങ്കിൽ മക്കളെയൊക്കെ ഭയങ്കര ജീവനാണ്. എന്റെ ഇപ്പൊ സൽമാനെയും സുൽത്താനെയും റിസ്വാനെയും പോലെ ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നു. വളർത്തി എനിക്ക് അങ്ങോട്ട് മതിയായിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങള് ഓർത്ത് നോക്ക്. കുഞ്ഞു മോളെ കിട്ടുമ്പോഴേക്കും നമുക്ക് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ മോളു ചക്കരക്കുട്ടി? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ചിരിക്കുവാ. അതുപോലെ തന്നെ
ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നല്ല ചിരിയായിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സങ്കടം വരും. പിള്ളേരുടെ ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലെ നമ്മളിങ്ങനെ വെയിൽ വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും മിക്കവാറും വസീം അവിടെ വന്ന് ഇങ്ങനെ താഴെ ഇരിക്കും കേട്ടോ. അവൻ എന്തോ ഒരു സ്നേഹമാണോ എന്തോ. അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ മോളെയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അവൻ ഇവിടെ വസീം ഇവിടെ വരത്തില്ല കേട്ടാ, ഈ ഫ്രണ്ടിൽ വരത്തില്ല. അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അവിടെ ഇരുന്നോണ്ട് മോളെ നോക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അവർക്കും സ്നേഹം അതൊക്കെ ഉണ്ട് കേട്ടാ, ഇല്ലേ? അങ്ങനെ തോന്നാറില്ലേ? വിശ്വാസം എന്തോ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതിനും കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമാണ്. മൃഗങ്ങളാണെങ്കിലും അവർക്കും ഒരു സ്നേഹവും കരുണയും വാത്സല്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നിപ്പോവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു പോവും. അപ്പോ മോളെ മമ്മാന്റെ അടുത്താക്കിയിട്ട് ഉമ്മച്ചി കുക്ക് ചെയ്യാൻ പോവാണ്. അസ്സലാമലൈക്കും, ഹായ്, ബൈ ബൈ പറഞ്ഞേ, ബൈ. അപ്പൊ അത് കഴിഞ്ഞ് മോളുടെ തുണിയൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നനച്ചിട്ടു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇതാ കിച്ചണിലേക്ക് വന്നു. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഓട്സ് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം ഓട്സ് ഇതെടുത്തത് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ഓട്സും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പിട്ട വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഒരു ചപ്പാത്തി പരുവല്ലേ, ആ ഒരു രീതിക്ക് കുഴച്ചെടുത്താൽ മതി. അതായത് ഒരു ഹെൽത്തി ചപ്പാത്തി എന്ന് തന്നെ പറയാം. വെള്ളത്തിന്റെ അളവ് കൂടരുത് കേട്ടോ. വെള്ളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് നമുക്ക് ഉണ്ടാക്കി എടുക്കാനും ഭയങ്കര ഒരു സ്റ്റിക്കി പരുവായിരിക്കും. അപ്പം നോർമലി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ എന്താ മാവ് ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു നമ്മളൊരു 15-20 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 6 വെളുത്തുള്ളി അരി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 ഏലക്കായ, ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരണം. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ 3 ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറുള്ള ടൊമാറ്റോ വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. ടൊമാറ്റോയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സവാളയും ടൊമാറ്റോ എല്ലാം മിക്സായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു വരും. ഇത്രയുള്ള ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ല തണുത്തിട്ടേ നമ്മളിത് അരച്ചെടുക്കാവൂ. പക്ഷേ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരുമാതിരി തണുത്തതേ ഉള്ളൂ, നല്ലതുപോലെ ഒന്നും തണുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അടിച്ചെടുക്കുമ്പം തണുത്തിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. അടിച്ചെടുത്ത ശേഷം നമുക്കിതൊരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ആ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ടേ. ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബേ ലീഫ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1-2 ബേ ലീഫ് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല പൊടി 1 ടീസ്പൂൺ കസൂരി മേത്തി ഇത്രയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ആ ബൗളിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് ഈ സമയത്താണ് വെള്ളം ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു
4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഫ്രഷ് ക്രീമും മരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. മസ്റ്റായിട്ട് നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലാം കൂട്ടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് വരണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മധുരവും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നല്ല ഒരു തിള വരുന്ന സമയത്ത് ഞാനിവിടെ പനീർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ചെറിയൊരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. 400 ഗ്രാമിൻ്റെ പനീറാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഈ പനീർ കറിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ നാനിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു കറിയല്ലേ. അപ്പം നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഞാനൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഇനി മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്താണെന്ന് വെച്ചാൽ ഉലുവയില ഉണക്കിയതാണ് കേട്ടോ. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടി ഇതിൻ്റെ മീതെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അടിപൊളി ഈ ബട്ടർ പനീർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ പനീറാണ്, റെഡിയാണ് കേട്ടോ. അപ്പം ഞാനത് റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ഇനിയിപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മാവ് കുറേശ്ശെ എടുത്തിട്ട് നോർമലി നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ പരത്തി ചുടുന്നത് അതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പരത്തൽ ചുടൽ എല്ലാം ഒരുമിച്ച് തന്നെയാണ്. അതിപ്പോഴും പണ്ട് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങിയ കാലം പോലെ അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണോ തുടങ്ങുന്നത്, എങ്ങനെയാണെന്നൂടെ പറയേട്ടാ. പിന്നെ ആദ്യം നമ്മൾ ചുടുന്നത് ചിലപ്പം പൊങ്ങിന്ന് വരത്തില്ല. കാര്യം എന്താണെന്നറിയോ, ആ പാൻ ചിലപ്പം ശരിക്കും ചൂടായെന്ന് വരത്തില്ല കേട്ടോ. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം വെപ്രാളത്തിന് ചെയ്യുന്നത് കാരണം ഇപ്പം ഇതായത് കണ്ട ഇതിപ്പോൾ അത്ര അങ്ങോട്ട് ചൂടായി വന്നിട്ടില്ല കേട്ടോ. ശരിക്കും പാൻ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചൂടാവണമായിരുന്നു. പാൻ എപ്പോഴും ചപ്പാത്തി ഇടുമ്പോൾ നല്ല ചൂട് വേണം. എങ്കിൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ പനീർ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ടോ? ഏത് രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ ഒരു ടൈപ്പിലെ ബട്ടർ പനീർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഏത് കറിയാണ് കൂടുതൽ ഇഷ്ടം പറയണം കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ അത് കാസറോളിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഉള്ള ചപ്പാത്തിയെല്ലാം ഞാൻ ഇതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നിലമ്പൂരിലുള്ള വിജയകുമാരി ഞാൻ ഇതിനു മുൻപൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അവരുടെ എക്സിബിഷൻ ഇവിടെ ജവഹർ ബാലഭവനിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ 3-4 പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തിരക്ക് കാരണം പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നിസാർക്ക് ഇന്ന് എന്തോ ആവശ്യമായിട്ട് പുറത്തു പോയപ്പോഴേക്ക് ചെന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ചട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. വീട്ടിൽ എത്ര ചട്ടി ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചട്ടിയോടുള്ള ഒരു പ്രേമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒന്നാണ്. അപ്പം നിസാർക്ക പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴേക്ക് ചൊവ്വാഴ്ച വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി നീട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് നിസാർക്ക പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിസാർക്കൊക്കെ അറിയാമല്ലോ എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ. അപ്പം ഇനി ഇൻഷാല്ലാ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പം അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ളോഗ് ആയിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.